ഇപ്പോൾ ശ്രീ മുഹമ്മദ് ഇക്ബാൽ ഷഹബാസിന്റെ പിതാവ് ചേരുന്നുണ്ട്. ശ്രീ ഇക്ബാൽ, നിലവിൽ ഈ പറയുന്ന 6 വിദ്യാർത്ഥികൾ മാത്രമാണ് പ്രതികൾ. വളരെ വിശാലമായ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ നടത്തുന്ന കൊലവിളി അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള കുറ്റപത്രമാണ്. താങ്കളൊക്കെ സംശയിക്കുന്നത് പോലുള്ള ഗൂഢാലോചന, അതിൽ കൂടുതൽ പ്രതികൾ തൽക്കാലം ആ കുറ്റപത്രത്തിലില്ല. ശ്രീ ഇക്ബാൽ, അതെ, ഇതുവരെയുള്ള അന്വേഷണത്തിൽ വെച്ച് കഴിഞ്ഞാല് നമുക്ക് കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തി കുട്ടികൾ ചെയ്ത കുറ്റത്തിന് കുട്ടികൾക്കുള്ള ഒരു ശിക്ഷ കൊടുക്കട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ പുറകിലുള്ള ആളുകളെ നമ്മൾക്ക് പുറത്ത് കൊണ്ടുവരണം എന്നുള്ള ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന് ശേഷം ഈ പറഞ്ഞ ഗൂഢാലോചനയിലൊക്കെ വിശദമായ അന്വേഷണം നടത്തും എന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ടോ ശ്രീ മുഹമ്മദ് ഇക്ബാൽ? തീർച്ചയായിട്ടും ഇത് ഏതറ്റം വരെ പോവാൻ ഞാൻ റെഡിയാണ്. അതായത് ഇവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഓരോ ദിവസം തോറും നമ്മൾക്ക് കിട്ടുന്ന സപ്പോർട്ട് ജനങ്ങൾ ഏത് മേഖലയൊക്കെ ആരൊക്കെ അറിഞ്ഞിട്ടുണ്ടോ അവർ പറയുന്നത് ഇത് യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഇനി ഇതേപോലെ ഒരു അവസ്ഥ മറ്റൊരു കുട്ടിക്കോ രക്ഷിതാവിനോ ഒരു ഉമ്മക്കോ അപ്പൊ കൊണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത്, എന്ത് സഹായം വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യാൻ റെഡിയാണെന്നാണ് ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നമുക്ക് കിട്ടുന്നത്. ശ്രീ ഇക്ബാൽ, ഇവിടെ നമ്മളന്ന് SKN40 യാത്രയുടെ ഭാഗമായി താങ്കളുടെ വീട്ടിൽ വരുമ്പോൾ അടക്കം താങ്കൾ അതിനു മുമ്പ് എൻ്റെ ഒരു ചർച്ചയിലും പറഞ്ഞിരുന്നു, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില ബന്ധുക്കൾ പുറത്തിറങ്ങുന്നു, കളിയാക്കുന്നു, പരിഹസിക്കുന്ന രീതിയിൽ നോക്കുന്നു, അല്ലെങ്കിൽ ഒരു വെല്ലുവിളി സ്വഭാവത്തിൽ നിൽക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തുടർന്ന് വരുന്ന അന്വേഷണത്തിൽ കൂടി വ്യക്തമാവേണ്ട കാര്യമാണ് ശ്രീ മുഹമ്മദ് ഇക്ബാൽ. തീർച്ചയായിട്ടും. അതായത് ഇവര് കോടതിയിൽ വരെ വാദിക്കുന്നത് അതായത് ഈ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടില്ല, ഞങ്ങളെ കുട്ടികൾ അത്രയും മിടുക്കരാണ് പഠിക്കാന്, അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ രക്ഷിതാവ് ഉപയോഗിക്കുന്ന ഈ നെഞ്ചക്ക് എന്ന് പറയുന്ന ആയുധം അവൻ കൊണ്ടുപോയി ഉപയോഗിച്ച് വീട്ടിൽ തന്നെ തിരിച്ചേൽപ്പിച്ചിട്ട് ആ രക്ഷിതാവിന്റെ കയ്യിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അപ്പോ അത്ര പോലും അറിഞ്ഞിട്ട് പോലും അവരെ പേരിൽ ഒരു ആക്ഷൻ എടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവന് ഗുണ്ടാ സംഘമാണ്, ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട ആളാണ്. അത് നമ്മൾ പിന്നീട് നമ്മൾക്ക് അതിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് അന്വേഷണത്തിലേക്ക് വിടാം. അത് ഇതുകൊണ്ട് ഈ കുട്ടികൾക്ക് കിട്ടാവുന്ന ജുവനൽ ആക്ട് നിലനിൽക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് കിട്ടാവുന്ന ആ ശിക്ഷ പരമാവധി അവർക്ക് വാങ്ങിക്കൊടുത്തിട്ട് മറ്റുള്ള കുട്ടികൾക്ക് ഒരു പ്രേരണയാണോ, അതായത് ഈ തെറ്റ് ചെയ്താൽ ഇങ്ങനത്തെ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ ഇതേ അവസ്ഥ ഞങ്ങൾക്കും വരും, ഇനി ഇത് തുടരാൻ പാടില്ല, ഇവിടെ അവസാനിക്കണം എന്നുള്ള ഒരു രീതിയിലാവണം ഇത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇക്ബാൽ, ഇവിടെ ഈ കുട്ടികൾ ആ സമയത്തും പരീക്ഷ കൃത്യമായി എഴുതി, അവരുടെ പരീക്ഷാഫലം ആദ്യം പുറത്തു വന്നില്ല, സംസ്ഥാന സർക്കാർ അത് തടഞ്ഞു വെക്കുന്നു എന്ന രീതിയിൽ ഇടപെടലുണ്ടായി, കോടതി ഇടപെട്ടു, അത് പുറത്തുവിടാൻ പറഞ്ഞു, പുറത്തുവിട്ടു. അസോഫ്നോ അവരുടെ അക്കാഡമിക്സിന് അങ്ങയുടെ മകൻ അങ്ങേക്ക് നഷ്ടമായെങ്കിലും അത് കാരണക്കാരായ കുട്ടികളുടെ അക്കാഡമിക്സ് ഒന്നും സംഭവിച്ചില്ല. നന്നായി വരട്ടെ അല്ലേ? അതെ, നന്നായി വരട്ടെ. അതായത് അവർക്ക് ഭാവിയുണ്ട്, 6 കുട്ടികളാണ്, അവർ പഠിക്കണം. പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ ഇവർ ഇനി ഇതേ അവസ്ഥ തുടരാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പം പുറത്ത് വന്നു കഴിഞ്ഞാലും ഇവർ ഈ ചിന്താഗതി തന്നെ, ഇത്രയേ ഉള്ളൂ, ഞങ്ങൾക്ക് നീതിക്ക് പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ സുഖമായിട്ട് എല്ലാം കഴിഞ്ഞു, ഞങ്ങൾ പുറത്തു വന്നു, എല്ലാം പോയി. പിന്നെ വീണ്ടും ഇവർ കോളേജ് തലത്തിൽ എത്തുമ്പോൾ ഈ മൈൻഡ് തന്നെ ആവാനാണ് സാധ്യത. അതുകൊണ്ടാണ് ഇവർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു ശിക്ഷ കൊടുത്തു കഴിഞ്ഞിട്ട് മറ്റുള്ള കുട്ടികൾക്കും കൂടി അതായത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു സന്ദേശം, അതായത് ഇനി ആവർത്തിക്കപ്പെടാൻ പാടില്ല. സ്കൂൾ പഠിക്കാൻ പോവുക, കുട്ടികൾ പഠിക്കുക, അതിലെ കൈകൊണ്ട് അടിയും പിടി ഇത് ആയുധങ്ങളൊക്കെ കൊണ്ടുപോയി ചെയ്യുന്ന രീതിയിൽ എത്തുന്ന സമയത്ത് ഇതിനി മുന്നോട്ട് പോവുകയാണ്, ഒരുപാട് രക്ഷിതാക്കൾക്ക് വളരെ വേദനയാവും. ശ്രീ മുഹമ്മദ് ഇക്ബാൽ, ഒറ്റ ചോദ്യം കൂടി ചോദിക്കുന്നു. ഇപ്പോൾ ഇതിലെ ഗൂഢാലോചനാ ഭാഗം നിങ്ങൾ വളരെ കാതലായി ഉന്നയിച്ചതാണ്. മാത്രമല്ല നിങ്ങളുടെ ആ സംശയത്തിന് യാതൊരുവിധ അപാകതയുമില്ല, അങ്ങനെ സംശയിക്കാനുള്ള എല്ലാ ഘടകങ്ങളും ഉണ്ട്. മാത്രമല്ല ഈ സമയത്ത് ഈ സംഭവം നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ മകനെ തല്ലിക്കൊല്ലുന്ന സമയത്ത് ഈ കുട്ടികളുടെ ബന്ധുക്കൾ പലരും ആ മേഖലയിലേക്ക് ഉണ്ടായിരുന്നു എന്നും ചില സംശയം കേട്ടിരുന്നു. അപ്പോൾ ഈ ദിവസങ്ങൾ ഗൂഢാലോചന യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടതാണ് ശ്രീ മുഹമ്മദ് ഇക്ബാൽ. തീർച്ചയായിട്ടും ട്യൂഷൻ സെന്ററിന്റെ ഭാഗത്ത് നിന്നുള്ള അറിവോട് കൂടിയാണ് ഇത് ചെയ്തതെന്നും, അതായത് ഇതിന്റെ പേരൻസ് ആയ 1-2 രക്ഷിതാക്കളും അവരെ പേരൻസ് ആ സന്നിധിയിലുണ്ട്. ഇത് അറിഞ്ഞതിന് ശേഷം അവരെ കുട്ടികളെയും വിളിച്ച് പോയി എന്നൊക്കെയുള്ള കറക്റ്റ് എവിഡൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് പിന്നീട് അതായത് ഈ കേസിന്റെ വേറൊരു വൈത്തിരിവിലേക്ക് പോകാൻ പാടില്ല. ഇവർക്ക് കിട്ടുന്ന ശിക്ഷ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് പിന്നീട് നമ്മൾ പോകുന്നതാണ്. ഓക്കെ, താങ്ക് യു ശ്രീ മുഹമ്മദ് ഇക്ബാൽ. എന്തായാലും അതിൽ ഗൂഢാലോചന ഇല്ല എന്ന് പറയുന്നത്, ഗൂഢാലോചനയെ പറ്റിയുള്ള തുടരന്വേഷണം ഉണ്ടാവണം എന്ന് തന്നെയാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. വലിയ 1500 പേജുകളുള്ള വലിയ കുറ്റപത്രമാണ്. ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം, മെറ്റ ആവശ്യമായ തെളിവുകളടക്കം സമർപ്പിക്കുന്ന കുറ്റപത്രമാണ്. എന്തായാലും അതിന് കാരണക്കാർക്ക് അതിന് ശിക്ഷ കിട്ടാൻ ഉതകുന്ന കുറ്റപത്രമാവട്ടെ.